നിങ്ങൾ എത്ര പേര് എന്നെ കൂട്ടായിരുന്നു അറിയത്തില്ല. ഈ ചെറുതായിരുന്ന സമയത്ത് എനിക്ക് പോർക്കിറച്ചി തീരെ ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഈ നെയ് കഷ്ണം. ഞാനും ചേട്ടനും അനിയനും തമ്മിൽ ഉണ്ടാക്കുന്ന അടി പോർക്കറി വെച്ച് കഴിഞ്ഞാൽ അകത്തിറച്ചിക്ക് വേണ്ടിയായിരുന്നു. കാനഡയിൽ വന്നതിന് ശേഷം ഇവിടുത്തെ പോർക്കിറച്ചിയിലാണെങ്കിൽ അകത്തിറച്ചി മാത്രമേ ഉള്ളൂ. നെയ് കാണാൻ ഭയങ്കര പാടാണ്. അത് കഴിച്ച് മടുത്തോണ്ടായിരിക്കണം ഇപ്പോൾ പോർക്കിറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യില്ലാതെ പറ്റില്ല. എവിടെന്തെങ്കിലും എങ്ങനെയൊക്കെ ഒപ്പിക്കണം. കഴിഞ്ഞ നമ്മുടെ പോർക്ക് ഫ്രൈ റെസിപ്പിയിൽ ഒരുപാട് പേര് പറഞ്ഞു നെയ്യ് കുറവാണ്, കാരണം ഇവിടെ കിട്ടാൻ ഇച്ചിരി പാടാണ്. ഇപ്രാവശ്യം ഞാൻ എങ്ങനെയോ കുറച്ച് പോർക്ക് ബെല്ലി ഒപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് പോർക്ക് റോസ്റ്റ് ആവാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം പോർക്ക് കറി വെച്ചപ്പോൾ ഞാൻ അമ്മ ചെയ്യുന്ന ഒരു ട്രിക്ക് ചെയ്തു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂഷ്വലി കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോർക്കിൻ്റെ നെയ്യൊക്കെ ഉരുകി കറിയിൽ ഒരുപാട് എണ്ണ വരാറുണ്ട്, ഐ മീൻ നെയ്യ് വരാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി അമ്മ പറഞ്ഞു കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചെറുനാരങ്ങ നീര് അഥവാ വിനാഗിരി ഇതെല്ലാം കൂട്ടി തിരുമ്പി ഒന്ന് പോർക്ക് കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് കറി ആക്കുമ്പോൾ നെയ്യ് ഉരുകൽ ഇത്തിരി കുറയുന്നത്. ശരി കേട്ടോ, ഇപ്രാവശ്യം ഞാൻ കറി ഉണ്ടാക്കി വന്നപ്പോൾ അത്ര നെയ്യൊന്നും കറിയിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പോർക്ക് റോസ്റ്റ് ആയിരുന്നു. പിന്നെ അവസാനത്തെ ഇപ്പോൾ ചോറിനൊരു ഒഴിച്ചു കറി ഇല്ലാതെ എന്ത് പോർക്ക് റോസ്റ്റ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് മോര് കാച്ചാത്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ മോര് കാച്ചിയതും പോർക്ക് റോസ്റ്റും.